പഹൽഗാം ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാൻ ഭീകരർക്ക് അഭയം നൽകിയ 2 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. NIA സംഘമാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. പർവേസ് അഹമ്മദ് ജോത്തർ, ബഷീർ അഹമ്മദ് ജോത്തർ എന്നിവരാണ് അറസ്റ്റിലായത്. ഭീകരർക്ക് ഹിൽ പാർക്കിലെ ഒരു കുടിലാണ് അഭയം നൽകിയതെന്ന് ഇരുവരുടെയും മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ ആരാണ്? ഇവരെങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് അഭയം നൽകിയത്? ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ NIA പുറത്തുവിടുന്നുണ്ട്. സ്വാതി, കഴിഞ്ഞ ഏപ്രിൽ 22-നാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. നമുക്കറിയാവുന്ന കാര്യമാണ്. കൃത്യം 2 മാസത്തിന് ശേഷം, അതായത് ജൂൺ 22-നാണ് ഭീകരരെ, അതായത് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തി കശ്മീരിലെ പഹൽഗാമിൽ സഞ്ചാരികൾക്ക് നേരെ, പ്രത്യേകിച്ചും വിനോദസഞ്ചാരികൾക്ക് നേരെ കടുത്ത രീതിയിൽ ആക്രമണം നടത്തി അങ്ങനെ 25 പേരെ കൊലപ്പെടുത്തിയ ഭീകരരെ സഹായിച്ച 2 പേരെയാണ് NIA ഇപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 2 മാസത്തിന് ശേഷം ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇവർ പഹൽഗാം സ്വദേശികൾ തന്നെയാണെന്നാണ് NIAയുടെ വിശദീകരണവും NIAയുടെ വാർത്താക്കുറിപ്പും അങ്ങനെ തന്നെയാണ്. പഹൽഗാമിൽ ഇപ്പോൾ പറഞ്ഞ കശ്മീരിനടുത്ത് കശ്മീരിലെ പഹൽഗാമിനോട് ചേർന്ന് ഹിൽ പാർക്കിലാണ് ഇവരുടെ താമസവും ഇവരുടെ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഇവർക്ക് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബയുമായും സംഘടനയുമായും ബന്ധമുണ്ടായിരുന്നുവെന്നും NIA പറയുന്നുണ്ട്. ഇവരുടെ മൊഴിയിൽ ഈ ഇന്ത്യയിൽ കടന്നു വന്ന് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ 3 പേരാണ് ആ തീവ്രവാദി സംഘത്തിൽ, ആ ഭീകര സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇവരുടെ മൊഴി. ആ 3 ഭീകരർക്കും ആവശ്യമായ എല്ലാ സഹായവും, അതായത് ഭക്ഷണം, വസ്ത്രം, താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ആയുധങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനുമുള്ള സൗകര്യങ്ങൾ, അങ്ങനെ അതെല്ലാം ചെയ്തു കൊടുത്തു എന്നാണ് ഇവർക്ക് മേലുള്ള കുറ്റം. കാലങ്ങളായി ഈ ഭീകരരുമായി ഇവർ ബന്ധം ഉയർത്തിയിരുന്നു. ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ ഇവർ പല സ്ഥലങ്ങളിൽ, പഹൽഗാമിനോട് ചേർന്ന് പല സ്ഥലങ്ങളിൽ, അത് മുൻപ് വാർത്തകൾ വന്നിരുന്നതാണ്. അതിൻ്റെ സൂചനകൾ ഇപ്പോൾ അത് സ്ഥിരീകരിക്കാൻ NIA ചെയ്യുന്ന ഇവരുടെ മൊഴി പ്രകാരം ഈ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ലഷ്കർ ഭീകരരുമായി പല തവണയായി കശ്മീരിലെ പല മേഖലകളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം പോയി കാര്യങ്ങൾ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇന്ന സ്ഥലങ്ങളിലാണ് ഭീകരാക്രമണ സാധ്യത അല്ലെങ്കിൽ അവർക്ക് ആക്രമണം നടത്താൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളെല്ലാം ഇവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അവർക്ക് അതോടൊപ്പം തന്നെ അഭയം കൊടുക്കുന്നു. ഈ ഹിൽ പാർക്കിലെ കുന്നിൽ അവർക്ക് താമസിക്കാനുള്ള കുടിലും ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ 3 ഭീകരർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകിയ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ പഹൽഗാം സ്വദേശികൾ തന്നെയാണ്. പക്ഷേ ഇവർക്ക് പാകിസ്ഥാനുമായി, ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുണ്ട്. ആ ബന്ധം കാലങ്ങളായി ഉണ്ട്. അതാണ് ഇപ്പോൾ ഇവർ ഇന്ത്യയിൽ കടന്നു കയറിയ 3 ഭീകരർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാൻ പ്രാപ്തമായത് അവരുടെ ബന്ധങ്ങളാണ്, ഭീകര ബന്ധങ്ങളാണ് എന്നുകൂടിയാണ് NIA പറയുന്നത്. എന്തായാലും ഈ 3 പേരെയും സഹായിച്ചതിനാണ്, അല്ലെങ്കിൽ അവർക്ക് അഭയവും വസ്ത്രവും മറ്റ് ആയുധ സന്നാഹങ്ങളും നൽകിയതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ കേസാണ് ഇവർക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. പക്ഷേ പഹൽഗാമുമായി ബന്ധപ്പെട്ട്, ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു അറസ്റ്റാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അഭയം നൽകിയ ആളുകളെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. NIA സംഘമാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.